ഹലോ, ഇന്ന് നമുക്ക് പാൻറ് സ്റ്റിച്ചിങ് എങ്ങനെ നോക്കാം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത് ലെങ്ത്താണ്. ഇത് ഹിപ്പ് റൗണ്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്രോച്ച് ലെങ്ത്താണ്. ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം അതിൽ നിന്നൊന്ന് റൗണ്ട് ഷേപ്പിൽ വളച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഹിപ്പ് റൗണ്ടും ക്രോച്ച് ലെങ്ത്തും കിട്ടി. ഇനി മാർക്ക് ചെയ്യുന്നത് പാൻറ്റിൻ്റെ അടിഭാഗം, ബോട്ടം ഭാഗമാണ് കേട്ടോ. അതിൽ നിന്നും ക്രോച്ച് ലെങ്ത്തിലോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഫോൾഡ് വരുന്ന ഭാഗത്ത് വേണം എപ്പോഴും മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഫോൾഡിൻ്റെ ഉള്ളിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ചിങ്, പാൻറ് സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെ പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് കാണിക്കാനുള്ളൊരു വീഡിയോ ആണ്. ഇതിൻ്റെ കട്ടിങ്, മാർക്കിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അത് ചെറിയൊരു കട്ട് പീസിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പാൻറ്റിൻ്റെ അടിഭാഗമാണ്, ബോട്ടം ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. രണ്ട് വശം ഇതുപോലെ പാൻറ്റ് രണ്ട് കാല് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ജോയിൻറ്റ് ചെയ്യുന്ന രീതി നോക്കാം. കാരണം ഞാൻ ചെറിയൊരു പീസിലാണിത് കാണിക്കുന്നത്. വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നല്ല വശം എപ്പോഴും ഒരുമിപ്പിച്ച് വെക്കണം കേട്ടോ. ഇതുപോലെ വെച്ച ശേഷം ക്രോസ് ലെങ്ത്തിലോട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, നല്ല വശത്തേക്ക് വേണം രണ്ട് ഭാഗം വെക്കാൻ. ഇനി നമുക്ക് മറ്റേ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സെൻറ്റർ ഭാഗം ജോയിൻറ്റ് ചെയ്യൽ കഴിഞ്ഞു. ക്രോച്ച് ലെങ്ത്ത് ജോയിൻറ്റ് ചെയ്യൽ കഴിഞ്ഞു. നമുക്ക് നിവർത്തി വെച്ച് നോക്കാം. കാണാനുണ്ട് പാൻറ്റിൻ്റെ ഏകദേശ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരേ ലെവലിൽ വെച്ച് കൊടുത്ത ശേഷം ഈ റൗണ്ട് ഇത് മൊത്തമായിട്ട് നമുക്കൊന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരേപോലെ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ക്രോച്ച് ഏരിയ, സെൻറ്റർ ഭാഗം, ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുമിച്ച് വരണം കേട്ടോ, സ്ലിപ്പായി പോകരുതേ. ഇതുപോലെ ഒരേ ലെവലിൽ വന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ല വശത്തേക്കൊന്ന് തിരിച്ച് വെക്കാം. ഇപ്പോൾ ഏകദേശം പാൻറ്റിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ കഴിയാൻ നമുക്കിതിൻ്റെ ഒരു മെത്തേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്കതിൻ്റെ ഇലാസ്റ്റിക് ഭാഗം എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. കാണാനുണ്ടോ, പാൻറ്റ് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരഭാഗം, ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി, വെറുതെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് എലാസ്റ്റിക് വെക്കാൻ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കാണാനുണ്ടോ? ഇനി എലാസ്റ്റിക്കിൽ എത്രയാണോ വീതി വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീതി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എലാസ്റ്റിക് വെച്ച് അതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എലാസ്റ്റിക്കിനെ ഒരിക്കലും വലിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ, അതിനെ ഫ്രീ ആക്കി ഇടണേ. എന്നിട്ട് ഇതാ ഫുൾ റൗണ്ട് ഇതുപോലെ എലാസ്റ്റിക്കിൽ ഒരിക്കലും സ്റ്റിച്ചിങ് തട്ടരുത്. തട്ടാതെ സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ എലാസ്റ്റിക്കിനെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ഫ്രീ ആയി വെച്ച ശേഷം മാത്രം ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫൂട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ശേഷം എലാസ്റ്റിക്കിൻ്റെ വീതി എവിടെയാണോ അത് കറക്റ്റായിട്ട് നമുക്കൊന്ന് പോയിൻ്റ് ചെയ്തെടുക്കാം. ഇതാ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ മറ്റേ എലാസ്റ്റിക്കിൻ്റെ സൈഡ്. ഇനി നമുക്ക് ഫൂട്ട് അതിനുള്ളിൽ നിന്ന് എടുത്തിട്ട് എലാസ്റ്റിക് ഒന്ന് ഒരുമിച്ചിട്ട് വെച്ച് നോക്കാം. ഇതുപോലെ രണ്ട് സൈഡും ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന്, ഫോൾഡിൻ്റെ ഉള്ളിൽ നിന്നൊന്ന് വലിച്ച് പിടിച്ച് നോക്കുക. കാണാനുണ്ടോ? ഇതുപോലെ മെല്ലെ വലിക്കണം കേട്ടോ. മറ്റേ സൈഡ് ഒരിക്കലും ഫോൾഡിൻ്റെ ഉള്ളിലേക്ക് പോവാത്ത രീതിയിൽ വലിച്ചെടുക്കണം. ഇനി പോയിൻ്റ് കാണുമ്പോൾ അതിൻ്റെ ജസ്റ്റ് കുറച്ച് അപ്പുറത്തായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. കാണാനുണ്ടോ? റൗണ്ട് ഷേപ്പ് കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇലാസ്റ്റിക് ഒന്ന് പിരിഞ്ഞ് കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തിയില്ലാണ്ട് കിടക്കും. ഇതുപോലെ 2-3 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, പൊട്ടി പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കതൊന്ന് കറക്റ്റ് ഒന്ന് വലിച്ചു പിടിച്ചാൽ ആ ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലോട്ട് പോകും. ഇനി ആ തുറന്ന് കിടക്കണ പോർഷൻ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
എലാസ്റ്റിക്കിൽ ഒരിക്കലും സ്റ്റിച്ചിങ് തട്ടരുത്. ഇതാ ഒന്ന് വലിച്ചു പിടിച്ച ശേഷം കറക്റ്റായിട്ട് ആ ഭാഗം കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മെത്തേഡാണിത്. ഇനി നമുക്ക് ആ എലാസ്റ്റിക്കിൻ്റെ സെൻറ്റർ ഭാഗം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലിച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഇതുപോലെ വെച്ച ശേഷം നല്ലവണ്ണം വലിച്ച് പിടിച്ചിട്ട് വേണം കേട്ടോ. അപ്പോഴുള്ള നമുക്ക് ആ ഒരു ബാലൻസ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പ്ലേറ്റ്സൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു കാണാണ്ടോ ഇതുപോലെ വലിച്ച് പിടിച്ചിട്ട് മാക്സിമം വലിച്ച് പിടിച്ചിട്ട് അത് സെറ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റിക്ക് വരുമ്പോൾ കുറച്ച് എന്താ പറയുക തുണിയിൽ ബാലൻസ് ആയിട്ട് വരും. ഇതുപോലെ വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാൻറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റും മാർക്കിങ്ങും കട്ടിങ്ങും ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കേ.